ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് വളരെ വിഷമമുള്ള ഒരു വിഷയം പറയാനാണ് വന്നിരിക്കുന്നത്. ഞാനൊരു 2 ആഴ്ച മുമ്പ് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ രാവിലെ കണ്ട ഒരു കാഴ്ചയാണ്. കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ട് വീട്ടിൽ ഓമനിച്ച് വളർത്തിയ ഒരു നായ ഈ കഴുത്തിൻ്റെ ഭാഗം മുഴുവൻ, തലയുടെ ഭാഗം മുഴുവൻ പുഴുവായി. അതിനെ ആ സാഹചര്യത്തിൽ അവർ ഉപേക്ഷിച്ചതാവണം. അത് കുറേ ദിവസം തെരുവിൽ ഓടി ചാടി നടന്നിട്ട് അവസാനം അത് ഒരു പുന്നക്കുളം ജംഗ്ഷൻ്റെ അടുത്തുള്ള ആ ഹൈവേ പാലത്തിൻ്റെ അടിയിൽ ചത്ത് കിടക്കുന്ന ദാരുണമായ ഒരു കാഴ്ച. ഞാൻ താമസിച്ച് പള്ളിയിൽ പോയതുകൊണ്ട് എനിക്ക് അപ്പോഴും എന്തായാലും ചത്ത് കഴിഞ്ഞു, ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ ഓണറെങ്കിലും കാണണം എന്ന് കരുതി ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അതവിടെ ഇല്ല. അവിടെ ബ്ലീച്ചിങ് പൗഡർ വിതറിയിരിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ചിലപ്പോൾ മുനിസിപ്പാലിറ്റി ഏരിയ അല്ല പുന്നക്കുളം, എങ്കിലും അതിനെ ആരോ എടുത്ത് നല്ലടക്കം കൊടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം റോഡിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ട് അതിനെ എടുത്തൊന്ന് നല്ലടക്കം കൊടുക്കാൻ പോലും നമുക്ക് പറ്റില്ല, നമ്മളെപ്പോലെ മനസാക്ഷിയുള്ളവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്കിതിനെയൊക്കെ വളർത്തി തെരുവിൽ ഉപേക്ഷിക്കുന്ന മനുഷ്യനെന്ന് പറയാൻ കൊള്ളില്ലാത്ത, മൃഗമെന്ന് പോലും പറയാൻ കൊള്ളില്ലാത്ത മനുഷ്യരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ: ദയവേത് ഈ മഹാപാപം നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്നുകിൽ നായ്ക്കളെ വളർത്താതിരിക്കുക, അല്ലെങ്കിൽ വളർത്തിയാൽ അവരെ മരണം വരെ മണ്ണിൽ അടക്കം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വളർത്തുക. ഒരു പുഴുവിനൊക്കെ ഉള്ളൊരു മരുന്ന് വാങ്ങാൻ എത്ര രൂപയാവും നിങ്ങൾക്ക്? നിങ്ങൾ എത്രയോ വലിയ വില കൂടിയ ബ്രാൻഡ് കുപ്പികളാണ് കുടിക്കുന്നത്, നിങ്ങൾ എത്ര വില കൂടിയ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനൊരല്പം, ഒരു 10 രൂപയുടെ ഒരു ഗുളിക വാങ്ങിക്കൊടുത്താൽ പോകാനുള്ള പുഴുവേ ഉള്ളൂ. എന്നിട്ട് പോലും അതുപോലും ചെയ്യാനുള്ള മനസ്സ് കാണിക്കാതെ നിങ്ങൾ ഇത്രയും ലാളിച്ച് വളർത്തിയിട്ട് ആ കഴുത്തിലെ ബെൽറ്റ് പോലും, ഒരുപക്ഷെ ആ ബെൽറ്റായിരിക്കും ആ വ്രണത്തിന് കാരണം, അതുപോലും അഴിച്ചു മാറ്റാൻ കഴിയാതെ ഇങ്ങനെ കൊണ്ട് തള്ളുന്ന നിങ്ങളോട് ഒന്നുമേ എനിക്ക് മനുഷ്യത്വത്തോട് സംസാരിക്കാൻ പറ്റില്ല. ദയവേത് ഇങ്ങനെയുള്ള ദ്രോഹം ആരും ചെയ്യാതിരിക്കുക. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേയോ ഒരു മരുന്നോ ഒരു ഓയിൻമെൻറ്റോ അവർ തരും. അതിന് പോലുമുള്ള ക്ഷമയില്ലാതെ പുഴുവെന്ന് കണ്ട, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുഴു വന്നാൽ, മനുഷ്യനും ശരീരം പുഴു എടുക്കും, നിങ്ങൾ കൊണ്ട് തള്ളുമോ? മനുഷ്യനെ തള്ളുന്ന കാലമാണ്. പക്ഷേ എങ്കിലും ദയവേത് അവർ മിണ്ടാപ്രാണികളാണ്, അവർക്കറിയില്ല. അവരെ തെരുവിൽ ഉപേക്ഷിച്ചാൽ അവരെ മറ്റൊരാളും എടുത്ത് ചികിത്സിച്ച് നോക്കൂല. അവിടെ കുറേ മൃഗസ്നേഹികൾ ഉള്ളതിൻ്റെ പേരിലാണ് നിങ്ങൾ കൊണ്ട് തള്ളുന്നതെങ്കിൽ അവർക്കൊരു പരിധിയുണ്ട് ചെയ്യുന്നതിന്. അതുകൊണ്ട് ദയവേത് ആരും ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പട്ടിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കഴുത്തിലെ ബെൽറ്റും നിങ്ങളുടേതായ എല്ലാ അഡ്രസ്സും നിങ്ങൾ കളഞ്ഞതിന് ശേഷം തെരുവിൽ ഉപേക്ഷിക്കുക. ഈ ബെൽറ്റ് ഉള്ളത് കാരണം പോലും ആ പട്ടിക്ക് ഒരു സഹായം കിട്ടാത്ത ഒരവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ദയവേത് ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാതിരിക്കുക. റോഡിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാൽ ഇതുപോലെയുള്ള മൃഗങ്ങളെ അർത്ഥപ്രാണനായി അവരുടെ നല്ല ആയുസ് കഴിയുമ്പോൾ അവർ റോഡിൽ തള്ളുന്ന രംഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ദയവേത് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനുഷ്യരല്ലേ, നിങ്ങൾ ഇതിൻ്റെ പാവമൊക്കെ എവിടെ കൊണ്ട് വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ദയവേത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദയവേത് ആരും അങ്ങനെ ചെയ്യരുതേ. നിങ്ങളല്ലെങ്കിൽ അതിനൊരു അല്പം വിഷം വാങ്ങിക്കൊടുത്ത് അതിനെ കൊന്ന് അതിനൊരു അടക്കം കൊടുക്കുക. അതിനെങ്കിലും നിങ്ങളുടെ മണ്ണിൽ വിശ്രമിക്കാനുള്ളൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾ അതിന് കൊടുക്കുക. അത് നിങ്ങളെ 14 വർഷം വരെ സേവിച്ചതല്ലേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദയവേത് നിങ്ങളൊന്നും അമ്പലത്തിലും പള്ളികളിലൊന്നും പോകരുതേ. നിങ്ങളെ കണ്ട ദൈവം അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളയും. അത്ര ദുഷ്ടന്മാരാണ് നിങ്ങൾ.